കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം കേവലം ഒരു ഭരണമാറ്റത്തിലുപരി കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെയും ഗ്രൂപ്പ് വൈരാഗ്യത്തെയും പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പദത്തിനായി നടന്നുവരുന്ന അവകാശവാദങ്ങൾ ഇപ്പോൾ ഗ്രൂപ്പ് അതിർത്തി വരമ്പുകൾ ലംഘിച്ച് ഹൈക്കമാൻഡും പ്രാദേശിക നേതൃത്വം തമ്മിലുള്ള പോരാട്ടമായി പരിണമിച്ചിരിക്കുന്നു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നീക്കങ്ങളും അതിനെ പ്രതിരോധിക്കാൻ രൂപപ്പെടുന്ന ചെന്നിത്തല, സതീശൻ, അച്യുതണ്ടും കേരള രാഷ്ട്രീയത്തിലെ വരും ദിനങ്ങളെ കലുഷിതമാക്കുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വിശ്വസ്തനായി തുടരുന്ന KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ തന്റെ സ്വാധീനമുറപ്പിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ അസാധാരണമാണ്. നേരിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നില്ലെങ്കിലും കേരളത്തിലെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായും തന്നെ നിയന്ത്രണത്തിലാക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. 47 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന അവകാശവാദം ഹൈക്കമാൻഡിന് മുന്നിൽ അദ്ദേഹം വെച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് തന്റെ സംഘടനാ മികവിനാണെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഭരണത്തിന്റെ അധിപനായോ മാറാൻ അദ്ദേഹത്തിന് സാധിക്കും. കേരളത്തിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ ഭൂരിഭാഗം തന്റെ വിശ്വസ്തരെ ഉൾപ്പെടുത്തുക വഴി ഭരണത്തിന്റെ റിമോട്ട് കൺട്രോൾ തന്റെ കൈകളിൽ ഭദ്രമാക്കുകയാണ് KCയുടെ പ്രധാന ലക്ഷ്യം. പതിറ്റാണ്ടുകളായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പരസ്പരം പോരടിച്ചിരുന്ന AI ഗ്രൂപ്പുകളുടെ പുനരേകീകരണമാണ് ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. KC വേണുഗോപാലിന്റെ അതിശക്തമായ കടന്നുകയറ്റത്തെ ഭയപ്പെടുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഒരേ ദിശയിൽ ചിന്തിക്കുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് തുടക്കത്തിൽ തന്നെ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ലീഗിനെ ഒതുക്കാൻ KC പക്ഷം നടത്തുന്ന നീക്കങ്ങൾ സതീശനെ പ്രതിരോധത്തിലാക്കി. ഇതോടെയാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നയത്തിലേക്ക് ചെന്നിത്തലയെ നയിക്കാൻ സതീശൻ ക്യാമ്പ് തയ്യാറായത്. ചെന്നിത്തല മുഖ്യമന്ത്രിയാവുകയും സതീശൻ ഉപമുഖ്യമന്ത്രി പദം സ്വീകരിക്കുകയും ചെയ്യുക എന്ന ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഇവർ ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുന്നു. KCയെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ഭരണത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഈ സഖ്യത്തിന് പിന്നിലുള്ളത്. UDFിലെ ഏറ്റവും കരുത്തുറ്റ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ എപ്പോഴും നിർണായകമാണ്. എന്നാൽ ഇത്തവണ ലീഗിനെ ഒതുക്കാൻ ഒരു പ്രമുഖ വ്യവസായി ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നത് അതീവ ഗൗരവകരമായ വാർത്തയാണ്. ലീഗിലെ പ്രധാന നേതാക്കളുമായി ഈ വ്യവസായി സംസാരിക്കുകയും KC വേണുഗോപാലിനെതിരെ കടുത്ത നിലപാട് എടുക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഇടപെടലിനെ തുടർന്ന് ലീഗ് തങ്ങളുടെ നിലപാടുകളിൽ അയവ് വരുത്തിയത് സതീശൻ ക്യാമ്പിന് വലിയ തിരിച്ചടിയായി മാറി. അധികാര വിഭജന ചർച്ചകളിൽ ലീഗിന്റെ സ്വാധീനം കുറയ്ക്കാനും വേണുഗോപാലിന് അനുകൂലമായ സാഹചര്യം ഒരുക്കാനുമാണ് ഈ നീക്കമെന്ന സംശയം UDFിനുള്ളിൽ അസ്വസ്ഥത പടർത്തുന്നുമുണ്ട്. സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്ന ഹൈക്കമാൻഡിന് കേരളത്തിലെ ഈ സാഹചര്യം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഒരു വശത്ത് രാഹുൽ ഗാന്ധിയുടെ വലം കൈ ആയ വേണുഗോപാൽ, മറുവശത്ത് കേരളത്തിൽ വർഷങ്ങളായി പാർട്ടിയെ നയിക്കുന്ന ചെന്നിത്തലയും സതീശനും. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത് ദേശീയ തലത്തിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ ബാധിച്ചേക്കാം. എന്നാൽ കേരളത്തിലെ ജനകീയരായ പ്രാദേശിക നേതൃത്വത്തെ അവഗണിക്കുന്നത് പാർട്ടിക്ക് വരും കാലങ്ങളിൽ ദോഷം ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സോണിയാഗാന്ധി നേരിട്ടിടപെട്ട ഒരു അനുനയ നീക്കത്തിന് ശ്രമിക്കുന്നത്. വേണുഗോപാലിനെ ഡൽഹിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ ചെന്നിത്തല സതീശൻ സഖ്യത്തെ ഭരണമേൽപ്പിക്കാനുള്ള ആലോചനകൾ സജീവമാണ്. മുഖ്യമന്ത്രി ആരായാലും മന്ത്രിസഭയുടെ നിയന്ത്രണം കൈവിടില്ലെന്ന വാശിയിലാണ് KC വേണുഗോപാൽ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഭൂരിഭാഗവും തന്റെ പക്ഷത്താണെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതിനാൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ തന്റെ വിശ്വസ്തരിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തും. വകുപ്പ് വിഭജനത്തിലും തന്റെ സ്വാധീനം ഉറപ്പാക്കാൻ അദ്ദേഹം ഇതിനോടകം തന്നെ പ്രാഥമിക പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് വിവരം. രമേശ് ചെന്നിത്തലയുടെ പരിചയസമ്പത്തും VD സതീശന്റെ യുവത്വവും ഒരേപോലെ ഉപയോഗപ്പെടുത്തുക എന്ന തന്ത്രമാണ് സോണിയാഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ സമവാക്യങ്ങൾ KC വേണുഗോപാൽ എങ്ങനെ സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി. ഡൽഹിയിൽ നടക്കുന്ന അവസാനവട്ട ചർച്ചകൾ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ ഒരു പോരാട്ടമാണ്. ഗ്രൂപ്പ് വൈരാഗ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പൊതുശത്രുവിനെ നേരിടുന്നത് കോൺഗ്രസ് ചരിത്രത്തിലെ തന്നെ അപൂർവ കാഴ്ചയാണ്. കേരളത്തിലെ ഭരണകാര്യങ്ങളിൽ KC വേണുഗോപാൽ പിടിമുറുക്കുമ്പോൾ അത് കേവലം ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് കേരള കോൺഗ്രസിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കണം എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണ്. സതീശന്റെ മുഖ്യമന്ത്രി സാധ്യതകൾ മങ്ങുകയും ചെന്നിത്തലയുടെ നേതൃത്വം വീണ്ടും ചർച്ചയാവുകയും ചെയ്യുമ്പോൾ ഈ കരുനീക്കങ്ങളിൽ ആര് ജയിക്കുമെന്നതും കണ്ടറിയേണ്ടതാണ്. എങ്കിലും സോണിയാഗാന്ധിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെ കേരള രാഷ്ട്രീയത്തിൽ ഈ അനിശ്ചിതത്വം തുടരുമെന്നതും ഉറപ്പാണ്. ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടി വളരണമെന്ന് ആഗ്രഹിക്കുന്ന അണികൾക്ക് ഈ അധികാര വടംവലി വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത്.